ഇന്നലെ രാത്രി 10:30 കൂടിയാണ് എറണാകുളത്ത് നിന്നും ആലപ്പുഴ ഓമനപ്പുഴയിലെ ഹോം സ്റ്റേയിലെത്തിയ യുവാവിൽ നിന്നും ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് എക്സൈസ് സ്ക്വാഡ് പിടികൂടുന്നത്. ആലപ്പുഴ ആന്റി എക്സൈസ് നാർക്കോട്ടിക്സ് സ്ക്വാഡിലെ ഉദ്യോഗസ്ഥരായ CI മഹേഷ് നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു ഈ ഒരു വലിയ കഞ്ചാവ് വേട്ടയ്ക്ക് പിന്നിൽ. അപ്പോൾ മുതൽ ചർച്ചയായ ഒന്നാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് എന്നുള്ളത്. വിപണിയിൽ വലിയ മൂല്യമുള്ള ലഹരി വസ്തുവാണ് ഹൈബ്രിഡ് കഞ്ചാവ്. ഇത് കൊണ്ടുവന്നത് എറണാകുളത്ത് നിന്നും തസ്ലീമ സുൽത്താന എന്ന പേരുള്ള ക്രിസ്റ്റീന എന്ന യുവതിയും അവരോടൊപ്പം ഉണ്ടായിരുന്ന ഫിറോസ് എന്ന ആലപ്പുഴ മണ്ണഞ്ചേരി സ്വദേശിയും ചേർന്നാണ്. ഇവർ രണ്ടുപേരും ഈ രംഗത്ത് വർഷങ്ങളായി നിലകൊള്ളുന്ന ആളുകളാണ് എന്നുള്ളതാണ് എക്സൈസ് സ്ഥിരീകരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ, അതായത് ഇന്നലെ രാവിലെ നടന്ന ഓമനപ്പുഴയുമായി ബന്ധപ്പെട്ട് നടന്ന ചില റെയ്ഡുകളിലാണ് ഈ ഒരു ഇൻഫർമേഷൻ എക്സൈസിന് ലഭിക്കുന്നത്. അതായത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് ആലപ്പുഴയിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളത്. തുടർന്ന് ഈ സ്ഥലത്തേക്ക് ഇവർ രാത്രിയോടുകൂടി ആ ഒരു ഇൻഫർമേഷൻ കറക്റ്റ് ആകുന്നു. ഇവർ ആലപ്പുഴയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരവും എക്സൈസ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. രാത്രി 10:30 എക്സൈസ് സംഘം ഇവരെ പിടികൂടി എന്നുള്ള വിവരം അറിഞ്ഞാണ് ന്യൂസ് 18 വാർത്താ സംഘവും അവിടേക്ക് എത്തുന്നത്. ആ ഒരു സ്പോട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ തസ്ലീമ സുൽത്താന എന്ന ക്രിസ്റ്റീനയോടൊപ്പം 2 കുട്ടികൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അവരുടെ മൈനറായ 2 കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുവന്ന് അവരെ കൂടി മറയാക്കിയാണ് ഇങ്ങനെ ഒരു കഞ്ചാവ് കടത്തിന് ആ സ്ത്രീ തയ്യാറായത് എന്നുള്ളതാണ്. ഈ കുട്ടികൾ 2 പേരും അവരോടൊപ്പം തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു. എങ്കിൽ പോലും എക്സൈസ് അവരെ ആദ്യം സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതിനു ശേഷമാണ് തുടർ പരിശോധനകൾ നടന്നത്. മണ്ണഞ്ചേരി CI ടോൾസൺ നേതൃത്വത്തിലുള്ള സംഘമെത്തി ഇവരുടെ ശാരീരികമായ പരിശോധനകൾ അടക്കം പോലീസിന്റെ സാന്നിധ്യത്തിൽ എക്സൈസ് പൂർത്തീകരിച്ചു. തുടർന്ന് ഇവരുടെ ബാഗിൽ നടത്തിയ പരിശോധനയിൽ ഈ കാറിലുണ്ടായിരുന്ന ബാഗിലാണ് 3 പാക്കറ്റുകളിലായുള്ള 3 കിലോ കഞ്ചാവ് പിടികൂടിയത്. സാധാരണ കഞ്ചാവ് പിടിക്കുന്നത് പോലെ അല്ല ഇത്. കാരണം വിപണിയിൽ ഈ കഞ്ചാവിന്, അതായത് 3 കിലോ കഞ്ചാവിന് ഏകദേശം 2 കോടിയോളം രൂപ വിലമതിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഈ 2 കോടി രൂപയുടെ ഒരു ക്യാച്ചാണ് എക്സൈസ് സംഘം ഇന്നലെ ആലപ്പുഴയിൽ നടത്തിയത്. അതിൽ തന്നെ എന്താണ് ഈ ക്രിസ്റ്റീനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചു. അങ്ങനെ മനസ്സിലാക്കുമ്പോൾ, അതായത് ഇവരുടെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിലൊക്കെയും മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ എനിക്ക് പല കാര്യങ്ങളും കാണാൻ കഴിഞ്ഞു. ആ ഘട്ടത്തിൽ ഈ കുട്ടികൾ കരയുന്ന ഘട്ടത്തിൽ പോലും യാതൊരു ഭാവഭേദവുമില്ലാത്ത ഒരു സ്ത്രീയായി അവർ നിലകൊണ്ടു എന്നുള്ളതാണ്. വളരെ കൂളായി എക്സൈസ് ടീമിനോട് താൻ ആർക്കൊക്കെ ഇത് വിതരണം ചെയ്തു, തനിക്ക് എത്ര കാലമായി ഈ രംഗത്ത് താൻ ഉണ്ട്, ഈവൻ സെക്സ് റാക്കറ്റിലെ അവരുടെ ബന്ധം വരെ അവർ തുറന്നു പറയുന്നുണ്ടായിരുന്നു. തുടർന്ന് ക്രിസ്റ്റീനയെ സംബന്ധിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഇവര് കണ്ണൂർ സ്വദേശിനിയാണ്. പിന്നീട് ചെന്നൈയിലേക്ക് പോയി അവർ സെറ്റിലാവുന്നു. ചെന്നൈയിൽ നിന്നും ആണ് ഇവരുടെ കുട്ടികളും 2 മക്കളും ഭർത്താവും ഒക്കെ ചെന്നൈയിലാണ്. ഇവർ എറണാകുളം കേന്ദ്രീകരിച്ചാണ് നിൽക്കുന്നത്. എറണാകുളത്ത് സിനിമാ മേഖലയുമായി ഇവർക്ക് നല്ല ബന്ധമുണ്ട് എന്നുള്ളത് പോലീസ് എക്സൈസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞു. അതിൽ തന്നെ ചോദ്യം ചെയ്യൽ വ്യക്തമായൊരു കാര്യം, ഇവർ എറണാകുളത്തും വിതരണം, ഈ ഒരു കൊണ്ടുവന്ന 3 കിലോയുടെ ബാക്കിയുള്ള ഭാഗങ്ങൾ എറണാകുളത്തും മറ്റൊരു ടീം കോഴിക്കോടേക്കും കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ള വിവരം എക്സൈസിന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എറണാകുളത്ത് സിനിമാ മേഖല കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് ഇന്നലെ രാത്രി തന്നെ എക്സൈസ് തിരികെ ചെയ്യുന്നു. അങ്ങനെ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ അശോക് കുമാർ നേതൃത്വത്തിലുള്ള സംഘം ഇവരെ ചോദ്യം ചെയ്യുമ്പോഴൊക്കെ തന്നെയും ഇവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, ക്രിസ്റ്റീന റെസിഡൻസി എന്ന പേരിൽ ഇവരൊരു സ്ഥാപനം എറണാകുളത്ത് നടത്തിയിരുന്ന ആ സ്ഥാപനത്തിൽ ഒരു ഫോട്ടോഷൂട്ടിനായി സിനിമാ മോഹവുമായി എത്തിയ ഒരു പെൺകുട്ടിയെ ഇവർ മയക്കുമരുന്ന് നൽകിയ ശേഷം ബോധരഹിതയാക്കി പീഡിപ്പിച്ച കേസിലെ 4ാം പ്രതിയാണ് ക്രിസ്റ്റീന എന്നുള്ളത് നമുക്ക് മനസ്സിലായി. കൂടുതൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു സ്ത്രീയാണ്. അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഈ 2 കുട്ടികളുമായും മണ്ണഞ്ചേരി സ്വദേശിയായ ഫിറോസുമായി ഇവിടേക്ക് എത്തിയത് എന്നുള്ളതാണ്. ഈ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട കഞ്ചാവ് അവിടെ നിന്ന് ആദ്യം 3 വലിയ പാക്കറ്റുകളിലായിരുന്നു ഈ കഞ്ചാവ് ഉണ്ടായിരുന്നത്. ആ പാക്കറ്റുകൾ എക്സൈസ് പൊട്ടിച്ചപ്പോൾ അതിനകത്ത് ചെറിയ പാക്കറ്റുകളിലായി നമ്പർ ഇട്ട് നോട്ട് ചെയ്ത പാക്കറ്റുകളാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ വായു നീക്കം ചെയ്ത ശേഷം അമർത്തി പാക്ക് ചെയ്ത ഒരു രീതിയിലായിരുന്നു പാക്കിംഗ് ഉണ്ടായിരുന്നത്.
പൊട്ടിച്ചിത് ഈ പാക്കറ്റുകൾ, പ്ലാസ്റ്റിക് പാക്കറ്റുകൾ പൊട്ടിച്ചത് പുറത്തേക്കെടുത്തപ്പോൾ അതിരൂക്ഷമായ ഗന്ധമായിരുന്നു അവിടെ എന്നുള്ളതാണ്. സാധാരണ കഞ്ചാവിൻ്റെ ഉണങ്ങിയ ഒരു രൂപത്തിനേക്കാൾ നല്ല ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു കഞ്ചാവാണ്. ഇങ്ങനെ ഓരോ ഉരുളകളായാണ് അത് അവർ വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പൊട്ടിച്ചിട്ടു 3 കിലോ ഉണ്ടായിരുന്നു. അത് തൂക്കി നോക്കിയപ്പോൾ 3 കിലോ ഉണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ ഇത്തരമൊരു കഞ്ചാവ് കൃഷിയില്ല. അതായത് 2 രീതിയിലുള്ള കഞ്ചാവ് ഇനമാണ് ഇതിനായി ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. സങ്കര ഇനം കഞ്ചാവാണിത്. അതായത് കനാബസ് സെറ്റൈവ ഒപ്പം കനാബസ് ഇൻഡിക്ക, ഈ 2 ഇനങ്ങളിൽപ്പെട്ട സങ്കര ഇനം കഞ്ചാവുകൾ, ഈ കഞ്ചാവ് ചെടികളെ യോജിപ്പിച്ച് സങ്കര ഇനമായിട്ടാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉൽപ്പാദിപ്പിക്കുന്നത്. സാധാരണ കഞ്ചാവിനേക്കാൾ 20 മടങ്ങ് ലഹരി കൂടുതലാണ് ഇതിനെന്നുള്ളതാണ്. ഇന്ത്യ ഇതിൽ കൃഷി ചെയ്യുന്നില്ല. മറിച്ച് മലേഷ്യയും ഒപ്പം തന്നെ തായ്വാനും അടക്കമുള്ള, ബാങ്കോക്ക് അടക്കമുള്ള മേഖലകളിലാണ് ഇത് കൃഷി ചെയ്യുന്നത്. അവിടെ ഇത് മെഡിസിനൽ ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നു, ലഹരിയായി ഉപയോഗിക്കുന്നു. പക്ഷേ അവിടെ നിയമാനുസൃതമായി അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇത് ഇന്ത്യയിലേക്ക് എത്തുന്നത് വിദേശ ഇടപെടലുകൾ മൂലമാണ്. അതായത് ക്രിസ്റ്റീനയ്ക്ക് വിദേശ ബന്ധങ്ങളുണ്ട് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അവർക്ക് ഇത് ബാംഗ്ലൂരാണ് എയർപോർട്ട് വഴി എത്തിച്ചു നൽകിയത്. സാധാരണ ഇത്തരത്തിലുള്ള ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ക്യാച്ചിങ്ങുകൾ എന്ന് പറയുന്നത് മിക്കവാറും എയർപോർട്ടിലെ അറൈവൽ ടൈമിലാണ്, അത്തരം ടെർമിനലുകളാണ് മിക്കവാറും ഇത് പിടിക്കുന്നത്. പിടിച്ചാൽ തന്നെ ഇത് പൊട്ടിക്കുന്ന ഘട്ടത്തിലൊക്കെ ഭയങ്കര രൂക്ഷമായ ഗന്ധമാണ് എയർപോർട്ട് ടെർമിനലിലൊക്കെ അനുഭവപ്പെടുക. പക്ഷെ ഇങ്ങനെ ഒരു റീറ്റെയിൽ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്ന് ആലപ്പുഴ പോലെയുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഒരു വിൽപ്പന നടത്തി എന്നുള്ളതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. അങ്ങനെ ഒരു റീറ്റെയിൽ മാർക്കറ്റിൽ വിൽപ്പന നടത്താൻ വേണ്ടി തന്നെയാണ് ഇതിവിടേക്ക് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഈ കേസിൻ്റെ ഏറ്റവും ഗൗരവപരമായ കാര്യമെന്ന് പറയുന്നത് ചോദ്യം ചെയ്യലിൽ സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് ഇത് കൈമാറിയിട്ടുണ്ട് എന്നുള്ള അവർ തുറന്ന് സമ്മതിക്കുന്നുണ്ടായിരുന്നു. അത് ആ രാത്രിയിൽ, ഇന്നലെ പുലർച്ചെ 1 മണിയോളം വരെ നീളുന്ന ഒരു ഇവരുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകളൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ തന്നെയും ന്യൂസ് 18 വാർത്താ സംഘം അവരോടൊപ്പം അവിടെ പോലീസ് എക്സൈസ് ടീമിൻ്റെ നീക്കങ്ങൾ നോക്കിക്കൊണ്ട് തന്നെ നമ്മൾ അവിടെ ഉണ്ടായിരുന്നു, ദൃശ്യങ്ങൾ പകർത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അവർ ഈ സിനിമാ മേഖലയുമായുള്ള ബന്ധം അവർ പറയുന്നു. 5 ഭാഷകൾ അവർക്കറിയാം. 5 ഭാഷകൾ, സൗത്ത് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 5 ഭാഷകൾ അവർ കൈകാര്യം ചെയ്യും. കൂടെ ഇംഗ്ലീഷും ഒപ്പം എഴുതാനും വായിക്കാനും ഒക്കെ നല്ല ഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ് ഇവർ. ഒപ്പം ഈ സിനിമാ മേഖലയിൽ ഷൈൻ ടോം ചാക്കോയ്ക്കും ശ്രീനാഥ് ഭാസിക്കും ഇത് കൈമാറി എന്നുള്ളത് അവർ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. അത് തന്നെ ഇന്ന് എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണർ വിനോദും അക്കാര്യം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇവർ നൽകിയ മൊഴി പ്രകാരം, ഇനി അതിൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു, ഇവർ നൽകിയ മൊഴി പ്രകാരം സിനിമാ മേഖലയിലുള്ള ആളുകൾക്ക് ഇത് കൊടുത്തു. അത് ഈ 2 നടന്മാർക്ക് ഇത് കൈമാറിയിട്ടുണ്ട് എന്നുള്ളത് എക്സൈസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ കൂടുതൽ ആളുകൾ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളത് അവർ പറയുകയും ചെയ്യുന്നുണ്ട്. ഒപ്പം വളരെ ഗൗരവമുള്ളൊരു കാര്യം, ഇവർക്ക് പെൺവാണിഭ സംഘങ്ങളുമായി ബന്ധമുണ്ട് എന്നുള്ളതാണ്. ഈ ആലപ്പുഴയിൽ എത്തിയതും ഇത്തരത്തിൽ പെൺവാണിഭ സംഘങ്ങളിൽ ലഹരി എത്തിക്കാനും സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിന് വേണ്ടിയാണ് ആലപ്പുഴയിൽ എത്തിയതെന്നും അവർ സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എറണാകുളത്തെ സിനിമാ മേഖലയിലെ ഉന്നതന്മാർക്ക് ഇത് കൈമാറിയിട്ടുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ഡിജിറ്റൽ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ബാങ്ക് ട്രാൻസാക്ഷൻ രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്ത് ഇടപഴകുന്ന ആളാണ് താൻ എന്നുള്ള കാര്യം അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്, ചില ചിത്രങ്ങൾ റിലീസ് ചെയ്യാനുണ്ട് എന്നതടക്കം ഇവർ ഉൾപ്പെട്ടിട്ടുള്ള ചില ചിത്രങ്ങൾ റിലീസ് ചെയ്യാനുണ്ട് എന്നുള്ള കാര്യങ്ങളുമൊക്കെ ഇവർ എക്സൈസിനോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. രാത്രി 1 മണിയോടുകൂടിയാണ് ഈ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കുന്നത്. കുട്ടികളെ ഒരു സേഫ് ആയിട്ടുള്ള ഒരിടത്തേക്ക് മാറ്റുകയും ചെയ്തു. ഈ തസ്ലീമയെ സംബന്ധിച്ചിടത്തോളം ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ അതായത് മറ്റ് മയക്കുമരുന്നുകൾ ഉൾപ്പെടെ കടത്തുന്ന ആളാണ് എന്നുള്ള വിവരം അവർ സ്ഥിരീകരിക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവരുടെ മറ്റുള്ള ഈ ആളുകളൊക്കെ നിൽക്കുന്ന സാന്നിധ്യത്തിൽ തന്നെ ഇവരോട് ചോദിച്ചു, ലഹരി ഉപയോഗിക്കുന്ന ആളാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എല്ലാ വിധത്തിലുള്ള ലഹരി ഉപയോഗിക്കുമെന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ എക്സൈസിനോട് ചിരിച്ചുകൊണ്ട് അവർ പറഞ്ഞു എന്നുള്ളതാണ്. അത്തരത്തിൽ ഉള്ള ഒരു ബോൾഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ ആണ്. ഇത്തരമൊരു ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് അല്ല എന്നുള്ളത് നമുക്ക് അവരുമായി ഇടപഴകുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയും. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എക്സൈസ് ഈ കേസിനെ നോക്കി കാണുന്നത്. കാരണം വിപണിയിൽ ഏകദേശം 2 കോടി രൂപയോളം വിലമതിക്കുന്ന കഞ്ചാവ്, അതായത് 1 ഗ്രാമിന് 10,000 രൂപയേക്കാൾ കൂടുതൽ വിലയുണ്ട് എന്നുള്ളതാണ് റീറ്റെയിൽ മാർക്കറ്റിൽ. അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് വിൽക്കുന്ന ഈ ഒരു കഞ്ചാവ് ഇതിന് MDMA വിലയുണ്ട്, അതിനേക്കാൾ ലഹരിയുണ്ട് എന്നുള്ളതാണ്. അതായത് വളരെ ഗൗരവത്തോടു കൂടി, അത് ഡോസേജിൽ ഒരു വ്യത്യാസം വന്നാൽ പോലും അത് ആളുകളെ ബാധിക്കുന്ന രീതിയിൽ മരണത്തിലേക്ക് വരെ കൊണ്ടുപോകാൻ
കൊടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള അതീവ ലഹരി കലർന്ന വസ്തുവാണ് ഇത് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമായിട്ടുള്ളത്. ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണങ്ങളിലേക്കും ഇപ്പോൾ എക്സൈസ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഹൈഡ്രോപോണിക് രീതിയിലുള്ള കൃഷി രീതി എന്ന് പറഞ്ഞാൽ AC റൂമുകളിൽ അടച്ചിട്ടാണ് ഈ കഞ്ചാവ് ചെടി വളർത്തുന്നത്. ഇത് വളർത്തുന്നത് അടച്ചിട്ടാണെന്ന് മാത്രമല്ല, ഇതിന് സാധാരണ മണ്ണിൽ വളർത്തുന്ന രീതിയല്ല. ഒപ്പം തന്നെ സങ്കര ഇനമാണ്. നൽകുന്ന വളങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ വീര്യം കൂട്ടുന്നതിന് വേണ്ടിയുള്ള വെള്ളത്തിന്റെ pH വാല്യൂ അടക്കം പരിശോധിച്ച് അങ്ങനെയാണ് ഇത് അത്ര ശ്രദ്ധയോടെ വളർത്തിയെടുക്കുന്ന ഒരു ഉൽപ്പന്നമായതുകൊണ്ട് തന്നെ വലിയ വില ഇതിന് വിപണിയിലുണ്ട്. ഈ 2 കോടി രൂപയുടെ ക്യാച്ച് എന്ന് പറയുന്നത് ആലപ്പുഴയിൽ എക്സൈസ് സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ക്യാച്ചാണ്. ഇനി ഇതിനകത്ത് തുടർ അന്വേഷണങ്ങളുണ്ട്. സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങളുണ്ട്. അതേസമയം തന്നെ ഈ കഞ്ചാവുമായി ബന്ധപ്പെട്ട കോഴിക്കോട്, എറണാകുളം കേന്ദ്രീകരിച്ചുള്ള സിനിമാ മേഖലകളിലെ അന്വേഷണവും ഇപ്പോൾ വ്യാപകമായി തുടരുകയാണ്. വളരെ ഗൗരവത്തോടു കൂടി തന്നെയാണ് എക്സൈസ് ഈ കേസ് നോക്കിക്കാണുന്നത്. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.